ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം ഖബർ ശിക്ഷയെക്കുറിച്ചാണ്. നമ്മുടെ ഇടയിൽ ചിലർ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നവരുണ്ട്. അവർ പറയുന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷ പരലോകത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഖബർ ശിക്ഷ ഉണ്ടാവില്ല. വിചാരണക്ക് മുമ്പ് ശിക്ഷിക്കുന്നത് അനീതിയാണെന്ന് അവർ പറയും. അങ്ങനെ അവർ ഖബർ ശിക്ഷ ഉൾപ്പെടെ അങ്ങോട്ട് നിഷേധിക്കും. ആവുന്നുമില്ല. എന്നാൽ സത്യം എന്തെന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇഹലോകത്തുണ്ട്, റൂഹിനെ പിടിക്കുന്ന സമയത്തുണ്ട്, ഖബറിലുണ്ട്, ബർസഖിലുണ്ട്, പരലോകത്തുണ്ട്. ഇങ്ങനെ ഈ ഘട്ടങ്ങളിലെല്ലാം അല്ലാഹുവിൻ്റെ ശിക്ഷയുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖബറിൽ ശിക്ഷിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പാപങ്ങൾ പൊറുക്കാനാണ്. ഖബറിലെ ശിക്ഷയ്ക്കൊരു കാരണം എന്താണ്? പാപങ്ങൾ പൊറുക്കാനാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതാണ്. ഇനി ഇതിനുള്ള തെളിവുകൾ: ഒന്ന്, ഇഹലോകത്ത് ഉള്ള ശിക്ഷ. അള്ളാഹു പറഞ്ഞു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ആകയാൽ അദ്ദേഹത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ അവർക്ക് വല്ല പരീക്ഷണവും ബാധിക്കുകയോ ഫിത്ന ബാധിക്കുകയോ അല്ലെങ്കിൽ വേദനയേറെ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് കരുതി സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇത് സൂറത്ത് നൂർ 24-ാം അധ്യായം 64-ാം വചനാണ്. ഇതിൻ്റെ തഫ്സീറിൽ അൽ ബഗാവിയിൽ പറയുന്നു, നമുക്ക് കാണാം, അൻ തുസീബഹും ഫിത്ന ഖാല മുജാഹിദ് ബലാഉൻ ഫിദ്ദുനിയ. അൻ തുസീബഹും ഫിത്ന എന്ന ആയത്തിൽ അവർക്ക് വല്ല പരീക്ഷണവും ബാധിക്കുകയോ, അതിനെക്കുറിച്ച് മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇമാം മുജാഹിദ് എന്ന് പറഞ്ഞാൽ താബീയിലെ മഹാനായ പണ്ഡിതനാണ്. സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. സഹാബാക്കൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചവരാണ്. അതിൽപ്പെട്ടതാണ് മഹാനായ പണ്ഡിതൻ, സഹാബിയായ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച താബിയായ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അതായത് ഇഹലോകത്തുള്ള വിപത്ത്, ഈ ആയത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇഹലോകത്ത് തന്നെ ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചാൽ ഇഹലോകത്ത് തന്നെ ശിക്ഷയുണ്ട്. ഇനി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു, മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയം അപ്പം തന്നെ ഇഹലോകം വെടിയുന്നവരുടെ ശിക്ഷ ആരംഭിക്കും എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹു പറഞ്ഞു, വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ ഖാല ഊഹിയ ഇലയ്യ വലം യൂഹ ഇലൈഹി ഷൈഉൻ വമൻ ഖാല സഉൻസിലു മിസ്ല മാ അൻസലല്ലാഹ് വലൗ തറാ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസഹും അൽയൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും അൻ ആയാതിഹി തസ്തക്ബിറൂൻ. അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ തനിക്ക് യാതൊരു ബോധനവും നൽകപ്പെടാതെ എനിക്ക് ബോധനം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയോ ചെയ്തവനേക്കാളും അള്ളാഹു അവതരിപ്പിച്ചതുപോലെയുള്ളത് ഞാനും അവതരിപ്പിക്കാമെന്ന് പറഞ്ഞവനേക്കാളും വലിയ അക്രമി ആരുണ്ട്? ആ അക്രമികൾ മരണവെപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പുറത്തിറക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരുടെ നേരെ തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ അഹങ്കരിച്ച് തള്ളിക്കളഞ്ഞിരുന്നതിൻ്റെയും ഫലമായി
ഇന്ന് നിങ്ങൾക്ക് ഹീനമായ ശിക്ഷ നൽകപ്പെടുന്നതാണ് എന്ന് മലക്കുകൾ പറയും. ഇത് സൂറത്ത് അൻആമിലെ 6-ാം അധ്യായം 93-ാം വചനമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ സത്യമല്ലാത്തത് പറയുന്നവർ, ബറക്കല്ലാഹു ഫീക്കും, നമുക്കറിയാം ഇന്ന് കുറേ ആളുകൾ ഖുർആനും ഹദീസും പറയുന്നവരാണ്. പക്ഷേ അതൊക്കെ അള്ളാഹിനെ കുറിച്ച് കളവ് പറയുന്നവരാണ്, ദുർവ്യാഖ്യാനിക്കുന്നവരാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ അഹങ്കരിച്ചുകൊണ്ട് തള്ളിക്കളങ്ങുന്നവർ. അവർക്കൊക്കെ എന്താണ്, റൂഹ് പിടിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ പറയുക ശിക്ഷയുണ്ട്, ശിക്ഷ അനുഭവിച്ചോളി. ഇനിയാണ് നമ്മളെ വിഷയം ഖബറിലെ ശിക്ഷ. ഖബറിലെ ശിക്ഷക്ക് 1-2 തെളിവല്ല ഖുർആനിൽ തന്നെ ഉള്ളത്. നിരവധി തെളിവുകൾ ഖുർആനിലുണ്ട്, നമുക്ക് പരിശോധിക്കാം. അള്ളാഹു പറഞ്ഞു, അൽ ഹാഖുമു തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഖബർസ്ഥാനങ്ങളെ സന്ദർശിക്കുന്നത് വരേക്കും നിസ്സംശയം വഴിയെ നിങ്ങൾ അറിഞ്ഞുകൊള്ളും, പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. ഇത് അധ്യായം 102 1 മുതൽ 4 വചനം. തഫ്സീർ ഖുർത്തുബിയിൽ കല്ലാ സൗഫ തഅലമൂൻ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇപ്രകാരം കാണാം. വഖാല ഇബ്നു അബ്ബാസ് കല്ലാ സൗഫ തഅലമൂൻ മാ യുൻസിലു ബികും മിനൽ അദാബി ഫിൽ ഖബ്രി സുമ്മ കല്ലാ സൗഫ തഅലമൂൻ ഫൽഊലാ ഫിൽ ഖബ്രി വസ്സാനി ഫിൽ ആഖിറതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ മനസ്സിലാക്കിയതാണ്, മഹാനായ സഹാബി പണ്ഡിതനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച സഹാബി പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ തലയിൽ കൈവച്ച് ദുആ ചെയ്തതാണ് തഫ്സീറിൽ പാണ്ഡിത്യം നൽകണേ എന്ന്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്സംശയം വഴിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളും, അതായത് നിങ്ങൾക്ക് ഖബറിൽ ഇറങ്ങുന്ന ശിക്ഷ. പിന്നെ നിസ്സംശയം വീണ്ടും നിങ്ങൾ അറിയും, അതായത് പരലോകത്ത് നിങ്ങൾക്ക് ശിക്ഷ വരുമ്പോൾ. അപ്പോൾ ആദ്യത്തേത് ഖബറിലും രണ്ടാമത്തേത് ആഖിറത്തിലുമാണ്. അപ്പോൾ കല്ലാ സൗഫ തഅലമൂൻ നിങ്ങൾ അറിയുന്നു, ആദ്യം പറഞ്ഞത് ഖബറിലെ ശിക്ഷയും, സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് പിന്നെ തീർച്ചയായും നിങ്ങൾ അത് അറിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് പരലോകത്തെ ശിക്ഷയുമാണ്. എന്നിട്ട് തഫ്സീറിൽ പറയുന്നു, വഖദ് സകർനാ ഫീ കിതാബി അത്തസ്കിറ അന്നൽ ഈമാന ബിഹി വാജിബുൻ വതസ്ദീഖ് ബിഹി ലാസിമുൻ ഹസ്ബു മാ അഖ്ബറു ബിഹി സാദിഖ് വഅന്നല്ലാഹ തആല യുഹീൽ അബ്ദുൽ മുകല്ലിഫു ഫീ ഖബ്രിഹി ബർദുൽ ഹയാതി ഇലൈഹി ويجعل له من العقل في مثل الوصف الذي عاش عليه ليعقل ما يسأل عنه وما يجيب به ويفهم ما أتاه من ربه وما أعد له في قبره من كرامة وهوان وهذا هو مذهب أهل السنة والذي عليه الجماعة من أهل الملة. وقرطبي പറയാണ്, ഈ സൂറത്ത് ഖബറിലെ ശിക്ഷയെക്കുറിച്ചുള്ള വചനം ഉൾക്കൊള്ളുന്നുണ്ട്. സത്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് അതിനെക്കുറിച്ചുള്ള വിശ്വാസം നിർബന്ധമാണെന്നും അതിനെ സത്യപ്പെടുത്തൽ അനിവാര്യമാണെന്നും നാം ആ തസ്കിറ എന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മുകല്ലഫായ ദാസനെ അവൻ്റെ ഖബറിൽ ജീവിപ്പിക്കുന്നു. അവനിലേക്ക് ജീവൻ തിരികെ കൊണ്ടുവന്ന് അവൻ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചിന്തക്ക് അഥവാ ബുദ്ധിക്ക് സമാനമായ ഒരു ചിന്ത നൽകുകയും ചെയ്യുന്നു. അവനോട് അഥവാ ഖബറിൽ എന്താണ് ചോദിക്കപ്പെടുന്നതെന്നോ അവൻ എന്താണ് ഉത്തരം നൽകുന്നതെന്നും ചിന്തിക്കാൻ വേണ്ടിയും അതുപോലെ തൻ്റെ രക്ഷിതാവിൽ നിന്ന് തനിക്ക് വന്നെത്തിയത് എന്താണെന്നും മാന്യമായതും അപമാനകരമായതുമായി തൻ്റെ ഖബറിൽ അവൻ ഒരുക്കി വെച്ച കാര്യങ്ങൾ അവൻ മനസ്സിലാക്കാൻ വേണ്ടിയും അവന് നൽകിയ അതേ ബുദ്ധി. ഇതാണ് അഹ്ലുസുന്നയുടെ അഭിപ്രായം. ഈ ഉമ്മത്തിലെ അൽ ജമാഅത്ത്, നമുക്കറിയാം അൽ ജമാഅത്ത് എന്ന ആദ്യമായി സഹാബാക്കളാണ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടതും ഈ അഭിപ്രായത്തിലാണ്. ബറക്കല്ലാഹു ഫീക്കും. ഇനി നമ്മൾ അറബി ഗ്രാമർ പരിശോധിച്ചാൽ അറബി ഗ്രാമർ നിയമപ്രകാരം
സുമ്മ സൂചിപ്പിക്കുന്നത് ഒരവധി കഴിഞ്ഞ ശേഷം എന്നാണ്. പിന്നെ ക്രമം തെറ്റുകയുമില്ല. അപ്പോൾ കല്ലാ സൗഫ തഅലമൂൻ എന്നത് ഖബറിലെ ശിക്ഷ. എന്നിട്ട് അള്ളാഹു സുമ്മ എന്ന് പറഞ്ഞു, പിന്നെ എന്നിട്ട് പറഞ്ഞു വീണ്ടും കല്ലാ സൗഫ തഅലമൂൻ. അഥവാ ഒരവധി കഴിഞ്ഞാൽ, അഥവാ ഖബറിലെ ശിക്ഷ കഴിഞ്ഞാൽ അത് സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അത് ആഖിറത്തിലെ ശിക്ഷയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്. രണ്ട് ശിക്ഷയും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രമത്തിൽ ആദ്യം ഖബർ ശിക്ഷ ഉണ്ടാവും, പിന്നെ പരലോകത്ത് ശിക്ഷ ഉണ്ടാവും. അപ്പൊ എത്ര തെളിവുകൾ നമ്മൾ ഖുർആനിൽ വായിച്ചത്. ഇനിയുമുണ്ട്. അള്ളാഹു പറഞ്ഞു സയുഅദ്ദിബുഹും മർറതൈനി സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം. നാം അവരെ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കുന്നതാണ്, പിന്നീട് വമ്പിച്ചൊരു ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. ഇത് സൂറത്ത് തൗബയിലെ അധ്യായം 9 101 വചനമാണ്. ഇതിന്റെ തഫ്സീറിൽ തബരി തഫ്സീറിൽ പറയുന്നു വഖൗലുഹു സനുഅദ്ദിബുഹും മർറതൈനി യഖൂലു സനുഅദ്ദിബു ഹൗലാഇൽ മുനാഫിഖീന മർറതൈനി ഇഹ്ദാഹുമാ ഫിദ്ദുനിയ വൽ ഉഖ്റാ ഫിൽ ഖബ്രി. നാം അവരെ 2 തവണ ശിക്ഷിക്കും എന്ന വചനത്തിന്റെ വിവക്ഷ അള്ളാഹു പറയുന്നു, ഈ കപട വിശ്വാസികളെ നാം 2 തവണ ശിക്ഷിക്കും, ഒന്ന് ഇഹലോകത്തും മറ്റൊന്ന് ഖബറിലും. 2 തവണ ശിക്ഷിക്കും, ഒന്ന് ഇഹലോകത്തും മറ്റൊന്ന് ഖബറിലും. അള്ളാഹു പറഞ്ഞു വഇന്ന ലില്ലദീന ളലമു അദാബൻ ദൂന ദാലിക വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അക്രമം പ്രവർത്തിച്ചവർക്ക് നിശ്ചയമായും നാം അത് കൂടാതെ വേറെയും ശിക്ഷയുണ്ട്, എങ്കിലും അവരിൽ അധികം ആളും അറിയുന്നില്ല. ഇത് അധ്യായം 52 വചനം 47. തഫ്സീർ തബരി പറയുന്നു ഫഖാല ബഅദുഹും ഹുവ അദാബുൽ ഖബ്രി. അവരിൽ ചിലർ, അതായത് സലഫുകൾ, സച്ചരിതരായ മുൻഗാമികൾ പറഞ്ഞു ഇത്, അതായത് അത് കൂടാതെ വേറെയും ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് അത് ഖബറിലെ ശിക്ഷയാണ്. അതേപോലെ അള്ളാഹു പറഞ്ഞു വമൻ അഅറദു അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തുൻ ലങ്കൻ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. ആരെങ്കിലും എൻ്റെ ഉത്ബോധനത്തെ വിട്ടു തിരിഞ്ഞു കടന്നാൽ നിശ്ചയമായും അവന് ഇടുങ്ങിയൊരു ജീവിതം ഉണ്ടായിരിക്കുന്നതാണ്. ഖിയാമത്ത് നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ച് ഒരുമിച്ച് കൂട്ടുന്നതുമാണ്. ഇത് സൂറത്ത് താഹ 20-ാം അധ്യായം 124-ാം വചനം. തഫ്സീർ തബരി പറയുന്നത് നമുക്ക് നോക്കാം. വഖാല ആഖറൂന ബൽ അന്ന ബിദാലിക അന്ന ദാലിക ലഹും ഫിൽ ബർസഖി വഹുവ അദാബുൽ ഖബ്രി. മറ്റു ചിലർ അഥവാ സലഫുകൾ, സച്ചരിതരായ മുൻഗാമികൾ പറഞ്ഞു എന്നാൽ അവൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഇത് ഇടുങ്ങിയ ഒരു ജീവിതം ബർസഖിൽ അവർക്കുള്ളതാണ്, അത് ഖബറിലെ ശിക്ഷയാണ്. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് പിന്നെ ഖിയാമത്ത് നാളിൽ ശിക്ഷയും ഉണ്ട്. അള്ളാഹു പറഞ്ഞു, ഇനി ആയത്തുകളുണ്ട്. അള്ളാഹു പറഞ്ഞു അന്നാറു യുറദൂന അലൈഹാ ഗദൂബൻ വഅശിയൻ വയൗമ തഖൂമുസ് സാഅതു അദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിങ്കൽ അഥവാ ഖബറിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു ഖിയാമത്താകുന്ന അന്ത്യഘട്ടം നിലവിൽ വരുന്ന ദിവസമാകട്ടെ കൽപ്പനയുണ്ടാകും. എന്താ കൽപ്പന? ഫിർഔന്റെ ആൾക്കാരെ ഏറ്റവും കഠിന ശിക്ഷയിൽ പ്രവേശിപ്പിക്കുകയും. ഇത് അധ്യായം 40 വചനം 46. ചില ഖബർ ശിക്ഷ നിഷേധികൾ പറയും ഈ ആയത്തിനെ കുറിച്ച്, ഈ ആയത്തിലെ ഖബർ ശിക്ഷ ഫിറൗന് മാത്രമുള്ളതാണ്. എന്നാൽ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ആയത്തിൽ തന്നെ ഖബർ ശിക്ഷ ഫിർഔന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഴുവൻ സത്യനിഷേധികൾക്കുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഫഅദ്ഖിലു ആല ഫിർഔന അശദ്ദൽ അദാബ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച ഏതൊരാൾക്കും ഖബർ ശിക്ഷ ഉണ്ടാകും. ഖബറിൽ ശിക്ഷ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം മയ്യത്ത് അനങ്ങാതെ കിടക്കുകയാണല്ലോ എന്ന രീതിയിൽ സംശയം ഉന്നയിച്ച ഖബർ ശിക്ഷ നിഷേധിക്കുന്നവരോട് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഖബർ ശിക്ഷ നിഷേധിക്കുന്നവർ ഇങ്ങനെ പറയും,
അവരനങ്ങാണ്ട് കിടക്കുകയല്ലേ, എങ്ങനെ അവർക്ക് ഇങ്ങനെ ഖബർ ശിക്ഷ ഉണ്ടാകാം? അപ്പം അതിനുള്ള മറുപടി എന്താ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്? സ്വപ്നം കാണുന്നൊരു വ്യക്തി, ആ വ്യക്തി ഭയാനകരമായ കാര്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ളൊരു വ്യക്തി എന്താ കാണുക? ഈ സ്വപ്നം കാണുന്ന വ്യക്തി അനങ്ങാതെ കിടക്കുന്നതാണല്ലോ കാണുന്നത്, അല്ലേ? ആ വ്യക്തി അനങ്ങാതെ കിടക്കുകയാണ്. പക്ഷെ ആ വ്യക്തി, സ്വപ്നം കാണുന്ന വ്യക്തി ഭയാനകരമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് നമുക്കൊക്കെ അനുഭവമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ചിലർ പറയുന്നത് ഖബർ ശിക്ഷ അസാധ്യമാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവികരോട് ആധുനിക കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് എങ്ങാനും അറിയിക്കാൻ സാധിച്ചാൽ അവർ രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒരു കൂട്ടർ പറയും അത് അസാധ്യമാണ്, ഇവർ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്തവരാണ്. മറ്റൊരു കൂട്ടർ പറയും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, എന്നാൽ അസാധ്യമല്ല, ഇവരാണ് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർ. അല്ലെ? ആധുനിക കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് നമുക്കും ഇപ്പം വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, പക്ഷെ അതൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് ഖബർ ശിക്ഷ ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും അസാധ്യമെന്ന് പറയരുത്. മാത്രമല്ല, നിരവധി ഖുർആന്റെ വചനങ്ങളാണ് നമ്മൾ തെളിവായി ഇവിടെ ഉദ്ധരിച്ചത്. അതൊക്കെ നിഷേധിക്കുന്ന അവസ്ഥ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ നിരവധി ഹദീസുകളുണ്ട് ഖബർ ശിക്ഷയെക്കുറിച്ച്. സഹീഹ് ബുഖാരി തന്നെ ഉണ്ട്, അദാബുൽ ഖബറി ഹഖ്ഖുൻ, ഖബർ ശിക്ഷ യാഥാർത്ഥ്യമാണ്. ഇനി ഈ ഹദീസുകൾ മിക്കതും മുതവാത്തിറായ ഹദീസുകളാണ്, നിഷേധിക്കാൻ പറ്റൂല. ഈ ഖബർ നിഷേധിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു വാദമുണ്ട്, വിശ്വാസ കാര്യത്തിന് മുതവാത്തിറായ ഹദീസ് നിർബന്ധമാണ്. അപ്പൊ ഈ ഹദീസുകളൊക്കെ മുതവാത്തിറായ ഹദീസാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ നിസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും അവസാനത്തെ അത്തഹിയ്യാത്തിൽ എല്ലാ നിസ്കാരത്തിലും എല്ലാ സത്യവിശ്വാസികളും മുസ്ലിങ്ങളും പറയുന്നതാണ്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബരി, ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷ തേടുന്ന, നമ്മൾ സലാം വീട്ടുന്നതിന് മുമ്പ്, തസ്ലീമിന് മുമ്പ്. ഇതൊക്കെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? അതുകൊണ്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമുക്ക് പ്രയോജനകരമായ ഇൽമ തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.